അർച്ചനാസ് ടാരറ്റ് ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് മെയ് മാസം ജനിച്ചവരെക്കുറിച്ച് അവരുടെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചും രീതികളെക്കുറിച്ചും ഒന്ന് നോക്കാം. ആത്മവിശ്വാസം കൂടുതലുള്ളവരായിരിക്കും ഈ കൂട്ടർ. കുടുംബസ്നേഹികളായ ഇവർ എല്ലാ ബന്ധങ്ങളെയും അംഗീകരിക്കുന്നവരായിരിക്കും. കൂടാതെ ഇവർ ദൈവവിശ്വാസികളുമായിരിക്കും. ദുർവാശിയുള്ള ഇവർ കഠിന ഹൃദയരായിരിക്കും. കൂർമ്മബുദ്ധിയുള്ളവരും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുമാവും ഇവർ. ഏതു മേഖലയും വിദഗ്ധമായി കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകമായ ഒരു കഴിവ് തന്നെ ഇവർക്കുണ്ട്. സുരക്ഷയും സ്ഥിരതയും പ്രധാനമായ കാര്യങ്ങളാണ് ഇവർക്ക്. മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേക താൽപ്പര്യം കാണിക്കും ഇക്കൂട്ടർ. പങ്കാളികളെ സന്തോഷിപ്പിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നവരാണ് ഇവർ. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അമിത ഭക്ഷണപ്രിയരായതുകൊണ്ട് തന്നെ പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ ചിട്ടയായ വ്യായാമക്രമം ഇവർ ശീലിക്കേണ്ടതാണ്. ഇനി നമുക്ക് മെയ് മാസം ജനിച്ചവരുടെ ടാരറ്റ് കാർഡ് വെച്ചിട്ടുള്ള ഫലങ്ങൾ നോക്കാം. മെയ് മാസം ജനിച്ചവർ ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികൾ വളരെ ദുർഘടം പിടിച്ചതും ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് മുൻപോട്ട് പോകേണ്ടതുമായ കാര്യങ്ങളാണ്. നിങ്ങൾ വളരെ വേഗം ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ്. എന്നാലും ചില സമയങ്ങളിൽ നിങ്ങൾക്ക് എല്ലാം അവസാനിപ്പിച്ച് ഒന്ന് സ്വസ്ഥമായിരിക്കാം എന്ന തോന്നലുണ്ടാകാറുണ്ട്. ബുദ്ധിപൂർവം ചെയ്യേണ്ട ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ നിർഭാഗ്യവശാൽ എന്നോ നഷ്ടപ്പെട്ടതിൻ്റെ അതിയായ ദുഃഖത്തിലാണ് എന്നാണ് കാണുന്നത്. അത് അധികകാലം നിലനിൽക്കില്ല. ഈ കാലവും കടന്നു പോകും. ഇടയ്ക്ക് എന്തിനെന്നറിയാത്ത മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ നിരാശ, ദുഃഖം, അകാരണമായ ഭയം ഇതൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ധനപരമായ ഉയർച്ചയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അത് അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കാറുണ്ട്. എല്ലാം തികഞ്ഞ ഒരു സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് തുടർന്നുള്ള മാസങ്ങളിൽ വരാൻ പോകുന്നത്. ഇപ്പോഴുള്ള സങ്കടങ്ങളെ ധൈര്യമായി നേരിടൂ. നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് എത്താം. ഇതൊക്കെയാണ് മെയ് മാസം ജനിച്ചവരിലേക്ക് എത്താനുള്ള സാധ്യത. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണേ.